ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. കണ്ടപ്പോൾ എന്താ തോന്നുന്നത്? ക്യാബേജ് തോരനാന്നല്ലേ? ക്യാബേജ് തോരനല്ല കേട്ടോ, ഇത് പിള്ളേരെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ വിഷ്ണു കപ്പിയൊന്നും കൂട്ടില്ല, അതുപോലെ ഒരുപാട് പിള്ളേരുണ്ടാവില്ല കപ്പിങ് കൂട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് പൊടിയായിട്ട് അരി അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ക്യാബേജ് കടുവറത്ത് തോരനൊക്കെ എടുത്താൽ മതി. അറിയേയില്ല, സുഖമായിട്ട് കൂട്ടുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ അത് പറ്റിക്കണ പരിപാടി. ഇന്നും അത് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു തക്കാളി ഫ്രൈ ഉണ്ടാക്കണം. നമ്മൾ കടുക്, അരി, നല്ല അധികം അരി ഇടാണ് കേട്ടോ. പിന്നെ പച്ചമുളക് എടുക്കട്ടെ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം കരിവേപ്പില. ഇനി നമുക്ക് ഇവനെ അങ്ങിട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെക്കും. അത് റെഡി. ഇനി അടുത്തത് നമ്മുടെ തക്കാളിക്കുട്ടി അരിയുക എന്നുള്ളതാണ്. തക്കാളിക്കുട്ടി അരിയാനായിട്ട് ഈ മുമ്പ് സവാള വേണം. സവാള അരിഞ്ഞിട്ട് എന്നിട്ട് തക്കാളി അരിയുക. ചീത്ത കുറേ കൊണ്ട് കളഞ്ഞാലാണ് നല്ലത് കേട്ടോ. പിന്നെ എല്ലാവരും പറയണ്ട ഈ സവാളയുടെ കറുപ്പൊന്നും ഉള്ളത് എടുക്കരുതെന്നൊക്കെ. ഏത് സവാളയ്ക്ക് കറുപ്പില്ലാണ്ട് കിട്ടുക? അറിയില്ല അല്ലേ? നിങ്ങൾക്കറിയാമല്ലേ? ഒരു സവാളയല്ല കറുപ്പില്ലാണ്ട് കിട്ടാൻ. അപ്പോൾ നമുക്ക് ഈ സവാളയുടെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് വരട്ടെ. അപ്പോഴേക്കും നിങ്ങളൊന്ന് കൂട്ടുകൂടാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിച്ച്. എന്താണ്, ഇന്നലെ ഞാൻ കപ്പങ്ങ പുളിങ്കറി വെച്ചു. പുളിങ്കറിയോട് വലിയ പിടുത്തില്ല. കർക്കിടക മാസം ആയതുകൊണ്ട് ഞാൻ എന്നോടൊരു മടുപ്പ് വന്നു. ഞാൻ രാമായണമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ എനിക്കിങ്ങനെ മീനിൻ്റെ മണം വരുമ്പോൾ എന്തോ പോലെ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു മീൻ വേണ്ട നമുക്ക് എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത്. പക്ഷേ ഇവിടെ ഇഷ്ടമായില്ല. അപ്പോൾ അതിലും നല്ലത് എന്നോട് പറഞ്ഞു എന്നാൽ തക്കാളി ഫ്രൈ ഉണ്ടാക്കി തിന്നാൽ മതി പറഞ്ഞു. തക്കാളി ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീനില്ല എന്നുള്ള പ്രശ്നമില്ല. കുറച്ച് തൈരുണ്ട്, പപ്പടമുണ്ട്, തക്കാളി ഫ്രൈ ഉണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയായിട്ട് മാറും. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ തക്കാളി ഫ്രൈ ഇത് കഴുകി എടുത്തിട്ട് പറ്റേ ഞാൻ. നമുക്കിത് കഴങ്ങറിന് അറിയാം, ഒരാൾക്ക് മതി. വിഷ്ണുവിന് അപ്പോൾ ചപ്പാത്തി മതി ഇത്ര. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട പൊഴിഞ്ഞ് വെച്ചു. പിന്നെ തക്കാളി ഈ മുട്ടക്കറി വെച്ചില്ലേ, അതിനുള്ള ഗ്രേവിയൊക്കെ ഇന്നലെ ഉണ്ടാക്കി, ഇന്നലെ മുട്ടക്കറി ആക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് മുട്ട വേവിച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പണി എളുപ്പമായല്ലോ. പിന്നെന്താ, ചപ്പാത്തി ഉണ്ടാക്കണം. അതാണ് ഒരു പണി. ഒരു 3 ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ കാര്യമായി. 2-3 ഉണ്ടാക്കിയ 2 പോരാ, പിള്ളേരല്ലേ. എന്നാലും ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കി ഒരുപാട് ചപ്പാത്തി ഉണ്ടാക്കി കുറേ നാളുകളായി ചപ്പാത്തി പരിപാടി. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാട്ടോ. എനിക്കിപ്പോൾ ചപ്പാത്തി പണ്ടത്തെ പോലത്തെ പണിയൊന്നുമില്ല. ആദ്യമൊക്കെ എനിക്ക് ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തൊരു പേടാന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം അതൊന്നുമില്ല, ഇപ്പം സുഖം, എളുപ്പം. അപ്പോൾ നമ്മുടെ സവാളക്കുട്ടി അരിഞ്ഞു. ഇനിയും വേണ്ടത് നമ്മുടെ
തക്കാളി ഞാനിങ്ങനെ വിഷ്ണു പറഞ്ഞു തന്നിട്ട് വട്ടം 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 അരിയുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ സ്റ്റാൻഡിലേക്ക് ഒപ്പിച്ച് വെച്ചേക്കുക. അതാണ് നമുക്ക് കറക്റ്റ് എല്ലായിടവും കാണാൻ പാകത്തിനുള്ള പൊക്കത്തിന് വയ്ക്കാൻ പറ്റാത്തത്. അപ്പോൾ മുഴുവനായിട്ട് കാണാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ഇങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതിലേക്ക് എന്താ വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കറിയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ വെച്ചപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തക്കാളി, പച്ചമുളക്, കരിവേപ്പില, അതിനിടയ്ക്ക് നമ്മുടെ തോരനിരുന്ന് കരിയുന്നുണ്ട്. ക്യാബേജ് കേൾക്കണ്ട അല്ലെങ്കിൽ ഒന്നും തിളക്കട്ടെ. അത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം തക്കാളി താഴെ കയറിലേക്ക്. അതെ, നമ്മുടെ തക്കാളി ഇതാ ഇങ്ങനെ അരിഞ്ഞിരുന്നു. പിന്നെ ഈ വേണ്ടത് പച്ചമുളക് എടുത്തിട്ട് വരാം ഞാൻ. എത്ര പെട്ടെന്നാണെന്നറിയാം പച്ചമുളക് തീർന്ന്. പച്ചമുളക് കഴിഞ്ഞ ആഴ്ച 100 ഗ്രാം വാങ്ങിച്ചോളൂ ഞാൻ കേട്ടോ. 100 ഗ്രാം വെച്ചിട്ട് പച്ചമുളക് വാങ്ങിക്കാം. നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ അല്ലേ? പക്ഷെ പറഞ്ഞ നേരം കൊണ്ടാണ് തീരുന്നത്. ചെയ്യാൻ ഒരു പച്ചമുളക് തൈ കൊണ്ടുവന്ന് നട്ടിട്ട് അത് പിടിച്ചു എന്നൊക്കെ വിചാരിച്ചു വന്നു. അവർ തന്നപ്പോഴേ മുളകുള്ള തൈയൊക്കെ ആയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി വാങ്ങിച്ചതാണ്. പക്ഷേ ഇവിടെ വന്ന് വേരൊക്കെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അവരുടെ തന്നപ്പോൾ ഉള്ള മുളക് എടുത്തു. അത് കഴിഞ്ഞൊരു 3 മുളകുണ്ടായി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ചെടി തന്നെ പോയി. അങ്ങനത്തെ ഒരു ഇതായിപ്പോയി, പറ്റിപ്പോയിപ്പോയി ഞങ്ങൾക്കത്. പണ്ട് പച്ചമുളകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. തൈയും ഉണ്ടായിരുന്നു, മുളകും ഉണ്ടായിരുന്നു നല്ലപോലെ. ഇത്തവണ പള്ളിമുറ്റത്ത് നിന്ന് പെരുന്നാളിന് എല്ലാം ഈ കടക്കാരും വരുമല്ലോ. അപ്പം അങ്ങനെ അവരോട് വാങ്ങിച്ചതാണ്. കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ? ആ ഭംഗിയേ ഉണ്ടായുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കാണാനുള്ള ഭംഗി എന്താണ് തിന്നാൻ കൊള്ളൂല എന്ന് പറയുന്നൊക്കെ പറഞ്ഞ പോലെ. പിന്നീട് അതൊന്നും ഉണ്ടായില്ല. അതായത് ഇതിലത്തെ വേസ്റ്റൊക്കെ മാറ്റട്ടെ, എന്നിട്ട് ഇനി നമുക്ക് തക്കാളി ഫ്രൈ ഉണ്ടാക്കാം. ഹായ്, അപ്പോൾ തക്കാളി ഫ്രൈ ഉണ്ടാക്കാൻ ചീനച്ചട്ടി എടുത്തുകൊണ്ട് വന്നു. ചീനച്ചട്ടി കേട്ടോ. എല്ലാവരും ചീനച്ചട്ടി എന്ന് എളുപ്പത്തിൽ പറയും. ചീനച്ചട്ടി, ചൈനാച്ചട്ടി അല്ലേ, എന്തൊക്കെ പേരുകളോ പറയുക. ശരിക്കും ചൈനക്കാരെ കണ്ടുപിടിച്ചാന്ന് തോന്നി ചൈനാച്ചട്ടി. അതാണ് ഈ ചൈനാച്ചട്ടിന്ന് പേര് വന്നിരുന്നത്. നമ്മളത് ലോപിച്ച് ചീനച്ചട്ടിയായി മാറി. എന്തായാലും ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തവി വേണം. പച്ചമുളകായി. നേരെ ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും. നമ്മുടെ പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവേ. ഒഴിച്ചു വെളിച്ചെണ്ണ തോന്നുന്നുണ്ട് വരും. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നല്ലോണം ചെല്ലണം, നല്ല ടേസ്റ്റ് ആവുള്ളൂ എന്ന് വിചാരം. വെളിച്ചെണ്ണ കുറയ്ക്കാനായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. എന്താണെന്നറിയോ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് പാട്ടി, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും അടച്ചിട്ട്. അപ്പോൾ വെന്ത് കിട്ടും. വെളിച്ചെണ്ണ ഉണ്ട്, അങ്ങനെ ചെയ്യും കേട്ടോ. അതൊക്കെ എന്താണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുന്ന സമയത്തൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. ശരിക്ക് അപ്പോഴാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതിൽ ഒഴിക്കാതെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ടൊമാറ്റോ ഫ്രൈ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള വരട്ടെ. എങ്ങനെയുണ്ട്? മഴയുണ്ടോ എല്ലാവർക്കും? ഇന്നലെ അത്ര മഴ പെയ്തില്ല കേട്ടോ. ഇന്നലെ രാത്രി അടിപൊളി മഴയായിരുന്നു. സന്ധ്യയ്ക്ക് തുടങ്ങിയിട്ട് രാത്രി 2 മണി വരെയൊക്കെ, ഒരു പങ്കലം വരെ ആയിരുന്നു. നല്ല മഴ. നല്ലൊരു മഴ പെയ്യും പോകും. ഒന്ന് നിൽക്കും, അപ്പം തന്നെ അടുത്ത് എടുക്കും. അങ്ങനെയൊക്കെ ശരിക്കും മഴക്കാലത്തിൻ്റെ മഴ മിനിയാന്ന് മാത്രമേ പെയ്തായിരുന്നു. ഇന്നലെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് പെയ്തു അത്ര തന്നെ. ഇന്നിപ്പോൾ അതേ പെയ്യില്ല. രാവിലെ പെയ്തു തന്നെ. രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമ്പോഴായിട്ട് മഴ. ഞാൻ വിചാരിച്ചു മഴയത്ത് കുളിച്ച് നനയൊന്ന് വിചാരിച്ചു. ഒന്നും കൂടെ കുളിച്ചിട്ട് പോകണതല്ലേ. ഭാഗ്യത്തിന് അപ്പോഴേക്കും മഴ കുറഞ്ഞു. അത് പിന്നെ പെയ്തിട്ടുമില്ല. ആ രാവിലെ കണ്ടതുള്ളൂ. വർത്തമാനം പറഞ്ഞു തന്നപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ കരിഞ്ഞിട്ടൊന്നുമില്ല.
നല്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണ്ട. ദിവസവും വീഡിയോ ഒക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഇരിപ്പുണ്ടാവും. ഒന്നാമത് ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ചോറ് വേണ്ട, അതിൻ്റെ കൂട്ടാൻ വേണ്ട, ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും അതിന് കൂട്ടാൻ വേറെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തേക്ക് ഞാൻ ചോറ് കൂട്ടാനൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് കാലത്തൊന്നും ഉണ്ടാക്കാനില്ലല്ലോ. പിന്നെ ഞാൻ എന്തെടുക്കാനാ അല്ലെങ്കിൽ ഇതിൻ്റെ രാത്രി പിന്നെ പുട്ടും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് എടുക്കണം ഞങ്ങൾ. അല്ലാതെ പകൽ കിട്ടാൻ കിട്ടുന്നത് ചുരുക്കായി മാറിയത് കിട്ടാം. കാരണം 2 ദിവസം കൂടുമ്പോഴേക്കേ ചോറ് വയ്ക്കണം. ഇന്നിപ്പോൾ ചോറ് വയ്ക്കുന്നില്ല, ചോറ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ചോറ് ഇരിപ്പുണ്ട്. ഇതാ ഈ ഒരു പാത്രം നിറയെ ചോറാണ്, അതുപോലെ തന്നെ ഇതിലും ചോറാണ്. പിന്നെ ഞാൻ ചോറ് വയ്ക്കണേ, ചോറ് കളയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പോൾ പിന്നെ ആ ചോറിനെ തന്നെ അങ്ങോട്ട് തിളപ്പിച്ച് വയ്ക്കുക. വേവ് അധികമാകാണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ചോറാണ്. പിന്നെ പൊന്നിയരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വിഷ്ണുവിന്. അവന് ഈ ചോറ് എന്ത് പോകണമെന്ന് പറഞ്ഞോണ്ട് പരാതി. പൊന്നിയരി ആകുമ്പോൾ നോക്കി വറുത്ത് കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ലല്ലോ. അത് നമ്മുടെ ഉൾപ്പെട്ടോ അപ്പോൾ വേഗം ആയിക്കോളൂല്ലോ ഉള്ളി ഒക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഇനി പൊന്നിയരി വെക്കലില്ല. ഈ ചോറൊക്കെ ഇരിക്കുമ്പോൾ പൊന്നിയരി വെച്ചാൽ വീണ്ടും ചോറ് വരുമല്ലേ എന്നേ. പിന്നെ നമ്മളെന്ത് ചെയ്യും? അത് അപ്പം പറഞ്ഞു എന്നാൽ എനിക്ക് ചപ്പാത്തി മതി. എന്ത് ചെയ്യണം? ചപ്പാത്തി ചപ്പാത്തി. ഞങ്ങൾ രണ്ടുപേരും തരും ചോറും ചപ്പാത്തി കൊടുക്കില്ലേ ഉച്ചയ്ക്ക്. രാത്രിയാണെങ്കിൽ രാത്രി ഉണ്ടാക്കാം. ഇന്ന് വൈകുന്നേരമാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകാമെന്നുണ്ട്. ഞാൻ പറയാറില്ല ഒരു കേസിൻ്റെ ഒരു കാര്യം. വാടകക്കാർ ഒഴിയുന്നുണ്ടെങ്കിൽ വലിയ ശല്യമായി മാറിയിരിക്കാൻ വേണ്ടിയുണ്ട്. അവർക്ക് വേറെ നല്ല വരുമാനങ്ങളും ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഈ വാടകക്കാർ ഒരു കൂട്ടർ അങ്ങനെയാണ്. അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒഴിയില്ല. പിന്നെ അവർക്ക് അവരുടെ സ്വന്തമായി അവരെന്തോ സമ്പാദിച്ചു കൊണ്ടുവന്ന പോലെയൊക്കെയാണ് പെരുമാറ്റുന്നത്. നമ്മളാരും ഉടമസ്ഥരല്ല, അവരായി ഉടമസ്ഥർ. അതുകൂടെ ശരിക്കും ഗവൺമെൻറ് ഇതിനൊക്കെ ഒരു നിയമം എടുക്കേണ്ടതാണ്. ആരും പാലിച്ചില്ല എന്നൊക്കെ പറയും. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നിയമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊന്നും എന്തായാലും ഗുണമായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഒന്ന് വാടി വരട്ടെ എന്നിട്ട് വരാം ഞാൻ. ഇതൊന്ന് വാടി വരട്ടെ എന്നിട്ട് വരാൻ ഞാനെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ഇത് നമ്മുടെ വണ്ടി ചെയ്താൽ അറിയാമല്ലോ, ഒരു രക്ഷയില്ല. അവർക്കുണ്ട് നമ്മൾ പറയുന്നത് നമുക്ക് കേൾക്കില്ല. പക്ഷെ അത് വണ്ടി ചെയ്തില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. പൊങ്ങിയിട്ടും ചുമച്ചിട്ടും അതിലേറെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും ആയിട്ട് വരാമെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും രക്ഷയില്ല. അത് വാങ്ങുമ്പോൾ മണമല്ല, മുളകുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൊച്ചു പോവുക. അപ്പോൾ നമ്മുടെ തക്കാളി കുട്ടികൾ അങ്ങനെ ആവുന്നുണ്ട്. പിന്നെ ഇതാകണ്ടോ തനി ക്യാബേജൊക്കെ നോക്കി. ക്യാബേജ് തോരൻ തേങ്ങ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് തോന്നി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആറ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൽ ഇട്ടിട്ട് നാളെ തേങ്ങ വെച്ചിട്ട് തോരനാക്കി ഇരിക്കും. ഇന്നിപ്പോൾ ആ തോരൻ മതിയാവും. പിന്നെ കുറച്ച് രസം ഇരിപ്പുണ്ട്. രസം പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം വെച്ചാൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപയോഗിക്കാം. തക്കാളി കുട്ടികളൊക്കെ ഉടനെ തന്നെ കേട്ടോ. കട്ടി കുറഞ്ഞ് ഇങ്ങനത്തെ ആയതുകൊണ്ട് തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് പുകയിന്ന് വാങ്ങി വരികയും ചെയ്യും. കുറച്ചിട്ട അങ്ങനെ തന്നെ താഴേക്ക് പോവുകയും ചെയ്യും. രണ്ടിനും ഇടയ്ക്ക് ഉണ്ടാക്കണം. കൂട്ടിയും കുറച്ചും ഇട്ട് ഉണ്ടാക്കുന്നത്. തക്കാളിയെ കടിക്കാൻ കിട്ടിയൊരു രസമില്ല. തക്കാളി റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല പോലെ ഉടഞ്ഞിരിക്കും. പിന്നെ എനിക്കിത് കണ്ടോ മുളോഷ്യ, ഇത് എന്താണ് മത്തങ്ങ മുളോഷ്യ ഇരിക്കണം. ഇത് പാവയ്ക്ക മെഴുകുവരട്ടി ഇരിക്കുന്നു. അതുപോലെ തന്നെ വെണ്ടയാണ് കണ്ടോ, ഇന്നലത്തെ ക്യാബേജ് വരെ. അപ്പം എല്ലാം കൂടെ ചേരുമ്പോൾ സാധനം ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തില്ല കേട്ടോ. അപ്പം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കൂടെ. ഇനി നമുക്കിത് കരിവേപ്പില ഇങ്ങനെ എടുത്തിട്ടില്ല. നമുക്ക് കരിവേപ്പില ഉള്ളതുകൊണ്ട് സുഖം. അല്ലെങ്കിൽ പണിയാണ്. നല്ല കരിവേപ്പില കിട്ടില്ലല്ലോ. ഇനി ഞാൻ ചോറ് വറക്കാൻ പാത്രം എടുക്കാം.
പാത്രം റെഡി. ഇനി വെള്ളം വേണം. വെള്ളം പിന്നെ കുറച്ച് മതിയല്ലോ, ചോറല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി. ഇനിയിപ്പോൾ നമ്മുടെ തക്കാളിയിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ശരിക്കും തക്കാളി ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിനത് മതി അല്ലേ. പിന്നെ വെറുതെ തക്കാളി അരിഞ്ഞിട്ടിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് തേങ്ങ അരക്കാണ്ട് തൈര് ഒഴിച്ചെടുത്താൽ മതി. അത് നല്ലതാണ്. നമുക്ക് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു. അതിൻ്റെ കണക്കിനാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് സോസ് ഒഴിക്കണം. ടൊമാറ്റോ സോസും സോയാ സോസും പിന്നെ എന്താ വിനാഗിരിയും ഒക്കെ ഒഴിക്കുമ്പോൾ മതി. എണ്ണവാനം മധുരമായ പക്ഷെ ഇഷ്ടമാവില്ല. അങ്ങോട്ടും അതിന് പിന്നെ രോഗമൊന്നുമില്ല. ഇങ്ങോട്ട് തട്ടി കൊടുക്കും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് റെഡിയാക്കി വെച്ചാൽ അപ്പോഴേക്കും നമുക്ക് ഇത്തിരി സോയാ സോസ് ഒഴിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ സോയാ സോസ് ഇല്ല. അപ്പോൾ ഇത്തിരി വിനാഗിരി ഒഴിച്ചു. അവൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അറിയില്ലെന്നേ. എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് എൻ്റെ കടയിൽ പോകുന്ന നേരത്തെ അങ്ങനെ ആവശ്യമുള്ള പറയുമ്പോൾ ഞാൻ പറയുന്നത് അത് തീർന്നിട്ട് അങ്ങനെ എനിക്കത്ര ആവശ്യമൊന്നുമില്ല. ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഇത്തിരി ഒരു കൂടി ഇന്നോട്ട് വെച്ചിട്ടാണ് ഞാൻ വിനാഗിരി ചേർത്തത്. പിന്നെ നമ്മുടെ എന്താണ് ടൊമാറ്റോ സോസ് ഉള്ളത്. ടൊമാറ്റോ സോസ് ചേർത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതൊന്ന് സാധനങ്ങൾ താഴെ ഇരുന്നൊന്ന് കണ്ടു നോക്കണേ. വേണ്ട നിറയെ പാത്രങ്ങളാണ്. ഇതിങ്ങനെ നമുക്ക് ആ ലെവല് കൃത്യമായിട്ടുള്ള വച്ചേക്കണം. അതുകൊണ്ട് താഴേക്ക് ഇരിക്കാമെന്ന് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തൽക്കാലം നിർത്താം.